ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ പാറുക്കുട്ടിയുടെ ഒരു എക്സാം ഡേ ഇൻ മൈ ലൈഫാണ് ഇടാൻ പോകുന്നത് അല്ലേ പാറുട്ടൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ പോകണം. ഇന്ന് എക്സാം ഉള്ളൊരു ദിവസം പാറുട്ടൻ എങ്ങനെയാണ് എന്ന് നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ. ഇന്ന് എക്സാം മാത്രമല്ലല്ലോ, വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ. ഇതാ ലാസ്റ്റ് ഫോട്ടോ അല്ല, ക്ലാസ് ഫോട്ടോ ആണ്. ശരി. അപ്പോൾ ഇന്ന് ക്ലാസ് ഫോട്ടോ എടുക്കുന്നുണ്ട് പാറുവിൻ്റെ. ഇന്നലെ ആയിരുന്നു ആക്ച്വലി പാറുവിൻ്റെ ലാസ്റ്റ് ഡേ സ്കൂളിലെ ക്ലാസ്സിലെ ഒരു ഡേ. ഇനി തൊട്ട് എക്സാമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് 3:30 വരെ നോർമൽ ക്ലാസ് ഉണ്ട്. കാരണം പരീക്ഷയ്ക്ക് ശേഷം ഒരു ക്ലാസ് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം ഇത് ഈ മുടിക്ക് ഇങ്ങനെ ആരൊക്കെ ഇട്ടിത്തന്ന പാറു? ആരൊക്കെ ഇട്ടിത്തന്നിങ്ങനെ മുടിയൊക്കെ? അപ്പം ഇന്ന് ക്ലാസ് ഫോട്ടോ എടുക്കണ കാരണം എന്നിട്ടൊക്കെ കൊണ്ടോട്ടെ, സ്കൂളിലേക്ക് എന്നിട്ടൊക്കെ കൊണ്ടോണ്ടേ. ലഞ്ച് കൊണ്ടോണം. എന്തിനാ എന്നോട് പറഞ്ഞില്ല വേറെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണമെന്ന്? ബാഗിൽ വേറെ കുറേ സാധനങ്ങളൊക്കെ ഇടണമെന്ന് പറഞ്ഞില്ല എന്നോട് പറഞ്ഞിരുന്നല്ല. ലിപ്സ്റ്റിക്ക് ഇടണം, ബാഗിൽ ലിപ്സ്റ്റിക് ഇട്ട് വെക്കണം, മേക്കപ്പ് ടീച്ചർ പറഞ്ഞ ടീച്ചർ വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ. അതാണ് പറയണ്ട വെറുതെ. ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് ഒന്നും കൂട്ടരെ. എന്തുട്ട് ലിപ്സ്റ്റിക് എടുത്തോട്ടെ? പേടിച്ചല്ലോ. അപ്പം ഗൈസ് പാറൂസ് തുടങ്ങി പാറുട്ടനെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നല്ല സാധാരണ എണീക്കാറുള്ളത്. തലേന്ന് കൈയെടുക്കും മുന്നാ. ഇങ്ങനെ ഒന്നല്ല എണീക്കാറുള്ളത്, അംഗംവെട്ടായിട്ടാണ് എണീക്കാറുള്ളത്. പരീക്ഷ ആയതുകൊണ്ട് ഇന്നലെ ഞാൻ നേരത്തെ എടുത്ത് ഉറക്കിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ എണീറ്റതാണ്. ഇനി എന്താ നെക്സ്റ്റ്? ബ്രഷ് ചെയ്യണം, ടോയ്ലറ്റിൽ പോകണം, കുളിക്കണം. വേഗം ബ്രഷ് ചെയ്ത് ടോയ്ലറ്റിൽ പോയി കുളിച്ച് വന്നിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ? വേണ്ട, ബ്രഷ് ചെയ്തിട്ട് പഠിക്കാം. ഇപ്പൊ പഠിക്കണോ? ഇപ്പൊ പഠിച്ചാൽ മതിയാ? ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ പഠിക്കാൻ പോവാണ്. പറ. പാറുട്ടൻ്റെ സ്റ്റഡി ടേബിൾ ഏതാ? യെസ്, ഇവിടെയാണ് പാറുട്ടൻ പഠിക്കാനിരിക്കുന്നത് അല്ലേ? പറഞ്ഞു ഏറ്റവും ഇഷ്ടം എവിടെ നിന്ന് പഠിക്കാനാ? മുകളിലാകുമ്പോ കുറെയൊക്കെ എടുക്ക അല്ലേ? ഇരുന്നോ? എന്താ പറ എക്സാം? ഹിന്ദി. ഈ സ്കൂളിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകേണ്ടത്? ലിപ്സ്റ്റിക് അല്ല, ഒരു റേസർ കൊണ്ടുപോകണം, ഷാർപ്പർ കൊണ്ടുപോകണം, പെൻസിൽ കൊണ്ടുപോകണം. ലിപ്സ്റ്റിക്ക്. സണ്ണിന് എന്താ പറയാ? ലാസേ ലട്ടു. പറഞ്ഞു ചായ വേണം, പാൽ ചായ.
വാസേ വാസേ വട്ട് വാസേ വക്ക് ലെറ്റർ നോക്ക്. ഷാസേ എന്താ ലെറ്റർ എന്നിട്ട് ഷാ. ഗൈസ് അപ്പോൾ ദേ പാറുട്ടൻ ഒന്നും ചെയ്തിട്ടില്ല, നേരെ എനിക്കൊന്ന് പഠിക്കാതിരിക്കുകയാണ് കേട്ടോ. ഇപ്പം അതായത് ഒന്ന് ഫ്രഷായിട്ട് ഇരിക്കാൻ പറഞ്ഞതിൻ്റെ ആൾക്കൊരു തോറ്റാണ്. ആ സമയത്ത് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ പിന്നെ യുദ്ധം. അതുകൊണ്ടാണ് ഞാൻ നേരെ കൊണ്ടിരുത്തിച്ചത്. ഇപ്പോൾ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വായിച്ചിട്ട് ഇവിടെ നിന്ന് പോയിട്ട് ഫ്രഷാക്കാൻ കൊണ്ടുപോകണം. അപ്പം ഇന്ന് ഫുൾ ടൈം ക്ലാസ് ഉള്ളതുകൊണ്ട് ആൾക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ ഞാൻ ദോശമാവ് ഇന്നലെ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ദോശമാവ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചമ്മന്തി. പാറു വൈറ്റ് ചട്നി മതിയോ? റെഡ് ചമ്മന്തി തന്നെ വേണം. ഓക്കെ, അപ്പോൾ ആൾക്ക് ഇന്ന് തക്കാളി ചമ്മന്തി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ചെറിയൊരു പണിയുണ്ട് അവിടെ അടുക്കളയിൽ, അങ്ങനെ ഒരു പണിയുണ്ട്. പാറുട്ടൻ ഇത് വായിക്കുമ്പോഴത്തേനും അമ്മ കിച്ചണിൽ പോയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഫ്രഷ് ആവുന്നുണ്ട് പാറോ. ഇനി ഫ്രഷ് ആയി വന്നിട്ട് ഇത് പഠിക്കണം. ഓക്കെ, പാറുട്ടിനെ ബ്രഷ് ചെയ്യിപ്പിക്കാനൊക്കെ വലിയ പാടില്ല, എന്നാലും ആളുടെ മൂഡ് അനുസരിച്ചിരിക്കും. രാവിലെ എണീറ്റ് വരുന്ന മൂഡ് അനുസരിച്ചിരിക്കും. ഞാൻ ഇന്നലെ ഒരു 8 o'clock 8:30 ഒക്കെ ആയപ്പോഴത്തേനും പാറുട്ടിനെ ഉറക്കി. അപ്പോൾ ഉറക്കിയത് കൊണ്ട് തന്നെ എന്താ പറയുക, വലിയ കുഴപ്പമില്ലാണ്ട് എണീറ്റ് കേട്ടോ. എൻ്റെ കൈ എപ്പോഴും പാറുൻ്റെ തലയിലായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പാനൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ബ്രഷ് ചെയ്യിപ്പിക്കുകയാണ്. ഇനി നേരെ പാറുന് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഭയങ്കര മടിയാണ്. അതായത് രാവിലെ തന്നെ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഇരുത്തും കുറേ നേരം കേട്ടോ, എന്നിട്ടാണ് പോവുക. അപ്പോൾ അതേ അവളെ ടോയ്ലറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ നമ്മുടെ ദോശയ്ക്ക് റെഡിയാക്കുകയാണ്. പാറുട്ടിന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളി ചമ്മന്തി. ഈ ഡയലോഗ് ഞാൻ ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാം ഞാൻ എപ്പോൾ ഡെയിമേ ലൈഫ് അല്ലെങ്കിൽ മോൺ റൂട്ടിന് എടുത്തിട്ടുണ്ടെങ്കിൽ പാറുട്ടിന് മിക്ക ദിവസം ഇതായിരുന്നിരിക്കണം കുറച്ച് നാൾ മുമ്പ് വരെ. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചോറും എന്തെങ്കിലും പയറ് വർഗ്ഗങ്ങളൊക്കെയാണ് കൊടുത്തയക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയും, ഓ ചേച്ചി കേട്ട് കേട്ട് മടുത്തു, ചേച്ചിക്ക് മാത്രമുള്ളൊരു മോള്, ചേച്ചിയുടെ മോൾക്ക് മാത്രം ഇഷ്ടമുള്ളൊരു തക്കാളി ചമ്മന്തി. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു പോകണതാണ്. പിന്നെ ഞാനും വിചാരിക്കും നമ്മുടെ വ്യൂവേഴ്സിന് അത് കേൾക്കാൻ ഹേർട്ടിങ് ആണെങ്കിൽ പിന്നെ അത് എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പാറുട്ടിൻ്റെ ഇഷ്ടമുള്ളൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളിലും അവളെ പഠിപ്പിക്കാൻ ഇരുത്തേണ്ടൊക്കെ ഇത്തിരി ലേറ്റായി. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇത്തിരി സ്പീഡായിട്ട് വേഗം ഞാൻ ചെയ്തോളൂ. അതായത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഓക്കെയാണ്. ഞാൻ എങ്ങനെയെങ്കിലും 8:45 പാറുട്ടനെ ഇറക്കും ഞാൻ കേട്ടോ. അപ്പം അമ്മ എനിക്ക് ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദേ അമ്മ നേരം കൊണ്ട് ദോശമാവിൽ ഉപ്പിടാണ് കേട്ടോ. നമ്മൾ ദോശമാവ് തിങ്കൾ എന്ന് പറഞ്ഞൊരു ഈ ഒരു പാക്കറ്റ് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ വലിയ കുഴപ്പമില്ലാണ്ട് കേട്ടോ. വേറെ ചില പാക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര പുളിയൊക്കെ ആയിരിക്കും. മിക്കതും നമ്മൾ തന്നെയാണ് ചെയ്യാറുള്ളത്. ചില ദിവസങ്ങളിൽ ഉഴുന്നൊക്കെ ഇടാൻ മറക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടാവണോ, നാളെ പാറുവിന് ഇത് കൊടുത്തേക്കണം. പിന്നെ ഇന്ന് എക്സാം ആണല്ലോ. ഇന്ന് എക്സാം ആയതുകൊണ്ട് രാവിലെ നല്ല മൂടോടെ എണീക്കാനും എന്നോട് എന്തെങ്കിലും ചോദിക്കുക എന്താ ലഞ്ച് ടിഫിൻ, അപ്പം മൂഡ് കളയേണ്ട, ഇഷ്ടമുള്ള സാധനമാകുമ്പോൾ സന്തോഷമായി ആയിക്കോട്ടെ എന്നൊക്കെ വെച്ചിട്ടാണ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചായ തണുത്ത് വെള്ളം ആവുമ്പോഴേ ഞാൻ കുടിക്കാറുള്ളൂ. അതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. പാറുട്ടനതേ കുളിപ്പിച്ച് വന്നിട്ടുണ്ട്. എൻ്റെ കൊച്ചിൻ്റെ കുളി കഴിഞ്ഞു. ഞങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി നല്ല കുട്ടിയായിട്ട് അപ്പിക്കിട്ട് അല്ലേ. എന്ത് അയ്യോ, എൻ്റെ മോള് പറയുന്ന ആൾക്കാരോട് പറയല്ലേ എന്ന്, നാണം കെടുത്തല്ലേ നാളെ. അതൊക്കെ എടുത്ത് കളിച്ചപ്പോഴേ അമ്മ എടുത്ത് വെച്ചു. കുട്ടിക്ക് നാണക്കേടാണ് കേട്ടോ ഗൈസ് അങ്ങനെയൊക്കെ പറയണത്. സോറി, ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ. പാറു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് അങ്ങനെ പറയില്ല കേട്ടോ. അത് അമ്മയുടെ മോനെ അമ്മയുടെ മക്കൾക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പാറുവിനെ. മനസ്സിലായ? പാറുക്കുട്ടിൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള കമൻ്റൊക്കെ വരാറുണ്ടെന്ന് പറയാറില്ലേ അമ്മ? അപ്പം ഗൈസ് നിങ്ങളിപ്പോൾ വിചാരിക്കും കുട്ടീനെ എന്തൊക്കെ ഇനി ചേച്ചി കാണിക്കുന്നത്. ഇതിപ്പോഴായി പിന്നെ എൻ്റെ മോളാണ് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യാറ് അല്ലേ. നമ്മളെ ചമ്മന്തി ഉണ്ടാക്കണ നേരത്താണ് തക്കാളി ഉണ്ടായില്ല. അച്ഛന് തക്കാളി ഉണ്ടാക്കാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു മോളെയും കൊണ്ട് അച്ഛന് അമ്പലത്തിൽ പോകണം, തൊഴിച്ചിട്ട് പരീക്ഷയ്ക്ക് കൊണ്ടുപോയ വൈകുന്നേരപ്പോൾ അമ്പലത്തേക്ക് വിടണം. അപ്പം അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ വരുമ്പോഴത്തേനും പാർട്ടിന് ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യില്ലേ. ഓക്കെ, ഇപ്പോൾ ഒറ്റയ്ക്ക് മേക്കപ്പ് ചെയ്യുന്നത് കൊണ്ട്
എനിക്ക് ഇച്ചിരി സമാധാനം ഉണ്ടാവാറുണ്ട്. കുറച്ച് സമയം മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ക്ലാസ്സിക്ക് അത്ര വലിയ മേക്കപ്പ് ഒന്നും ചെയ്തു പോകേണ്ട കാര്യമില്ല. വെറുതെ ഒരു പൊട്ടും ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ നിരത്തി ലിപ് ബാം. അതെ LKG ക്ലാസ് ഫോട്ടോ കിട്ടുമല്ലോ അമ്മേ. ചന്ദനം അമ്പലത്തിൽ ഉണ്ട് ചന്ദനം പൗഡർ. ഓക്കെ വാ ബാ ബാ. Darling. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എന്തൊക്കെയാ പാറു കാണിച്ചു കൂട്ടുന്നറിയില്ല. അവൾ എപ്പോഴും ഒറ്റയ്ക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഏത് സമയവും അവൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം ഫുൾ അവളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. അമ്മ തൊട്ട് അമ്മയുടെ മേക്കപ്പിന്റെ സാധനങ്ങളേ ആരും എടുക്കണേന്ന്. എന്റെ മോളല്ലാണ്ട് വേറെ ആരും എടുക്കൂലല്ല മേക്കപ്പ് ചെയ്യാൻ. ഇത് എടുക്കല്ല കേട്ടോ, നല്ല പൈസയുടെ സാധനങ്ങൾ നശിപ്പിക്കരുത്. ഐബ്രോ നമ്മൾ ഫില്ല് ചെയ്യാറില്ല ഗൈസ്. ഇവള് പൗഡറും ഇറങ്ങാൻ തൊടിക്കാറില്ല. ലോഷൻ തേക്കും. പിന്നെ അച്ഛൻ ചീത്ത അറിയാടി ഇത്തിരി പൗഡർ അടിച്ചു കൊടുക്കണേ ഞാൻ മുക്കുന്നു. ഇത്തിരി ലോഷൻ മാത്രമേ തേക്കുള്ളൂ. പിന്നെ ഒരു പൊട്ടും തൊടും ചന്ദനം തൊട്ടടിക്കും. ഇന്ന് പിന്നെ ഞങ്ങൾക്ക് ക്ലാസ് ഫോട്ടോ ഒക്കെ എടുക്കണ കാരണം സുന്ദരിയായിട്ട് ചില ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. പൗഡർ ഇടുമ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പാറോ ഇങ്ങനെ വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ആക്കരുത്. മോള് കണ്ണെഴുതാനൊന്നും സമ്മതിക്കില്ല. പക്ഷെ ഇന്ന് ഫോട്ടോ എടുക്കുന്ന കാരണം കണ്ണെഴുതാൻ സമ്മതിക്കും അല്ലേ? കണ്ണടക്കി ക്ലോസ്. കണ്ണിങ്ങനെ മിന്നിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ ഉള്ളിൽ പോകും. കണ്ണടക്കി. എന്റെ മോളിങ്ങനെ കുറവാറില്ലേ അവരെ പറ്റിക്കാൻ. അതുപോലെ കണ്ണെഴുതാൻ ഭയങ്കര പേടിയാണ്. പണ്ടെങ്ങാണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ ഐലൈനർ പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇപ്പം തന്നെ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ഞാൻ ടൈം ലാപ്സിൽ ഇട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം എടുത്തിട്ട് ഇതൊക്കെ എഴുതിക്കണത് തന്നെ കേട്ടോ. കുറേ പിള്ളേർക്ക് ഞാൻ വിചാരിക്കും കുറേ മക്കളൊക്കെ എഴുതി. പാറുൻ്റെ ക്ലാസ്സിൽ തന്നെ കുട്ടികളുണ്ട് നന്നായിട്ട് കണ്ണെഴുതി വരുന്നവരൊക്കെ. അത് എങ്ങനെ ഇടാവാതെ വിചാരിക്കും ഞാൻ. പാറുട്ടൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷെ ഇന്നലെ ക്ലാസ് ടീച്ചർ ക്ലാസ് ഫോട്ടോ എടുക്കണം മേക്കപ്പ് ചെയ്ത് വരുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് ആളിങ്ങനെ നിന്ന് തരുന്നതൊക്കെ കേട്ടോ. പിന്നെ എനിക്ക് ആദ്യമൊക്കെ പരീക്ഷ എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ഓവർ ടെൻഷനായിരുന്നു എനിക്ക്. LKG പഠിക്കുന്ന ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഇത്ര വലിയ ടെൻഷൻ്റെ ആവശ്യമില്ല. UKG ആയപ്പോഴത്തേനും അത് കുറച്ചും കൂടെ സെറ്റായി. ഇനി പോകെ അത് സെറ്റായിട്ട് വരുമായിരിക്കും. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ടെൻഷൻ പാറുവിന്
പഠിപ്പിച്ചാൽ കിട്ടുന്നൊരു കുട്ടിയായതുകൊണ്ട്, അതായത് അവൾ ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തിയാൽ കിട്ടും. അവൾക്ക് കിട്ടാണ്ടിരിക്കേണ്ട ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ അത് ഞാൻ പഠിപ്പിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അവളെ ശ്രദ്ധിക്കാത്തതിൻ്റെ കുഴപ്പമായിരിക്കും. അതെനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അതാണ് എനിക്കുള്ളൊരു ടെൻഷൻ. ഞാൻ എപ്പോഴും വിചാരിക്കും എന്തിനെനിക്ക് ടെൻഷൻ. ആക്ച്വലി അതാണ് എനിക്ക് ടെൻഷൻ. കാരണം ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണല്ലോ പാർട്ടിനത് കിട്ടാണ്ട് പോയത്. അത് എനിക്ക് വേണ്ടാത്തൊരു ചിന്തയാണോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നു. പാറുട്ടനെ അപ്പോൾ കുറച്ച് ഞാനൊന്ന് എഴുതാൻ കൊടുത്തു. കക്കങ്ങ കുറച്ച് എഴുതാൻ കൊടുത്തിട്ടുണ്ട്. അവൾക്ക് ഇതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഒരു 3 പ്രാവശ്യം വെച്ച് എഴുതിക്കോട്ടെ എന്ന് വെച്ചു. രാവിലെ എണീക്കുമ്പോൾ പാറു നല്ല മൂഡായിരിക്കും കേട്ടോ എഴുതാനും പഠിക്കാനും. അങ്ങനെ ഇത് കള്ളെഴുത്തുന്നു കേട്ടാ. അങ്ങനെയല്ലേ എഴുതാം, ച ച ജൻ ഝ ഞ. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമ്മുടെ മോനെ ഓർമ്മ വരാം. ച കഴിഞ്ഞിട്ട് ഇപ്പൊ ച ജ ജഹാസ്, ജ ജ ജ ഓർത്ത് എഴുതണം കേട്ടാ. പാറുമോൾ അവിടെ ഇരുന്ന് എഴുതി പഠിക്കുന്ന സമയത്ത് ഞാനിവിടെ ദോശ ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചട്ടിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. അതായത് ഫസ്റ്റ് 2 ദോശ കിട്ടില്ല, ചട്ടി മാറ്റേണ്ട സമയമായിരിക്കുകയാണ് കേട്ടോ. അമ്മ അപ്പുറത്തെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അത് മിക്സിയിലടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാറ്റാണ്, വെള്ളത്തിലിട്ടിട്ട് നെസ്റ്റ് ഒന്ന് ചൂടാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഫസ്റ്റ് പിടി കിട്ടാത്ത കാര്യം എനിക്ക് ഓർമ്മയുണ്ടായില്ല. അതും ഗുസ്തി എടുത്ത് എന്താ പറയുക, അത് പൊടിച്ചെടുത്തിട്ടാണ് എടുത്തത്. കണ്ടത് നമുക്കൊരു പിടിക്കും. പക്ഷേ ഒരു 3 ദോശയൊക്കെ ചുട്ട് കഴിയുമ്പോഴത്തേനും ഇത് സെറ്റായി വന്നോളൂ കേട്ടോ. അപ്പോൾ പാറു ഇപ്പുറത്തിരുന്നിട്ട് അമ്മ വിശക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ എനിക്കൊരു പൊട്ട സ്വഭാവമുണ്ട്. ക്ഷമ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഒട്ടും ക്ഷമയില്ലാത്ത കൂട്ടത്തില്ല. ക്ഷമ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഇങ്ങനെ അലങ്കോലാക്കി വെക്കുകയും ചെയ്യും കേട്ടോ. ശൽഗം, വെജിറ്റബിൾസ് എന്താ പറയാ, ശൽഗം, പിന്നെ ശൽഗം, ഈ ഷായന് കേട്ടാ മറക്കരുതിട്ട്. പിന്നെ യാ രാ ലാ വ, യാ രാ ലാ വ ഷ. അത് എഴുതിയില്ല. അപ്പോൾ അതേ ഭക്ഷണം കൊടുക്കാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാനും ഭയങ്കര മടിയാണ്. എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഭയങ്കര മടിച്ചിരിക്കുള്ളൂ. കുറേ പിന്നെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് മുടി കെട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. പാർട്ടൻ്റെ മുടി നല്ലോണം നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ അതേ ഇപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനും മുടി നന്നായിട്ട് കയറ്റി വെട്ടണം എന്നാണ് പ്ലാൻ ആയിരിക്കുന്നത്. അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും മക്കളെ എക്സാമിന് വെച്ച് എന്തിന് ഇത്ര ഓവറായിട്ട് ടെൻഷൻ അടിക്കണേന്ന്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിനോട് ഏട്ടൻ എപ്പോഴും പറയും, പാറുവിന് ഒരിക്കലും നല്ല മാർക്ക് മേടിക്കണം എന്നൊരു ഡയലോഗ് നീ പറയരുത്, അങ്ങനെ കമ്പൽ ചെയ്യരുതെന്ന്. ഞാൻ പാറുട്ടനോട് ഒരിക്കലും പാറു ഫുള്ള് മേടിക്കണം, നല്ല മാർക്ക് മേടിച്ചിട്ട് വരട്ടെ അത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പാറു ട്രൈ ചെയ്യട്ടോ, ട്രൈ ചെയ്തിട്ട് കിട്ടിയാലോ ഓക്കെ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അമ്മ അവൾക്ക് വിഷമിക്കേണ്ടെന്ന് പറയുള്ളൂ. കാരണം അവൾക്ക് എപ്പോഴും എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ ഉണ്ടെങ്കിൽ അമ്മ എനിക്ക് കിട്ടിയപ്പോൾ ലൈക്ക് കസേരോട്ടം, കുറേ നാൾ മുമ്പ് കസേരോട്ടം ഉണ്ടായിട്ട് പാറു തോറ്റുപോയി, അല്ലെങ്കിൽ ഓട്ടം മത്സരം ഉണ്ടാകുക പറഞ്ഞൊന്നും കിട്ടിയില്ല. അപ്പോഴൊക്കെ വിഷമിച്ചു എന്ന് പറയാം, അമ്മേ എനിക്ക് കിട്ടിയില്ല, എനിക്ക് പ്രൈസ് കിട്ടിയില്ല. അല്ലെങ്കിൽ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അവൾക്ക്, അതിലവൾ നന്നായി പഠിച്ചിട്ടാണ് പോയത്, പക്ഷെ അവൾക്ക് കിട്ടിയില്ല നേരത്തെ. അപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് കരയാകുമ്പോൾ ഞാൻ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തതാ കിട്ടിയില്ല. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും, നീ ട്രൈ ചെയ്ത് തോറ്റു പോവും, തോറ്റാലും കുഴപ്പമില്ല, നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, അമ്മ മോള് ട്രൈ ചെയ്താൽ മതി. എപ്പോഴും ഞാൻ പാറുവിനോട് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം കേട്ടോ. കാരണം എനിക്ക് പേടിയാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതുകൊണ്ടല്ല. ഞാനൊന്നും പഠിച്ച് മാർക്ക് മേടിക്കണമെന്നൊന്നും എൻ്റെ അച്ഛനമ്മ പറഞ്ഞ ഒരു ഓർമ്മ പോലെ എനിക്കില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലത്തെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചിട്ടാണ്. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരൊക്കെ എന്താ പറയുക, അവരുടെ മൈൻഡിൻ്റെ കൺട്രോളേ നമ്മുടെ കയ്യിലല്ല. അവരെങ്ങനെയൊക്കെയാണ് ചിന്തിക്കുകയെന്ന് നമുക്ക് പോലും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട്. എന്തോരം നമ്മൾ ന്യൂസുകൾ കേൾക്കുന്നല്ലേ. ഒരു തരത്തിലൊരു കമ്പലിങ്ങും ഞാനായാലും ഫാമിലിയിൽ നിന്നായാലും അവൾക്ക് കിട്ടാറില്ല കേട്ടോ. അത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ആരാധ്യയും ആദിലക്ഷ്മിയൊക്കെ പാർവനൊക്കെ കണ്ണെഴുതില്ലേ വരാൻ. സബ്സ്ക്രൈബേഴ്സ് കാണിച്ചു കൊടുത്ത് എങ്ങനെയുണ്ട് ഗൈസ്, ചുന്ദരിയായോ ചോദിച്ചേ, ചുന്ദരിയായോ ചോദിച്ചേ.
ചോദിക്കേ പാറുമോൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ടിഫിൻ ബോക്സിലേക്ക് ഞാൻ റോബസ്റ്റ് പഴവും 2 കുക്കീസ് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പാറിൻ്റെ സ്കൂളിൽ കുക്കീസ് ഒന്നും വെച്ച് കൊടുക്കരുത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നല്ല ഹെൽത്തി ഫുഡുകൾ മാത്രം പാടുള്ളൂ. 2 ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ലഞ്ചിന് ഇതേ അമ്മ കുട്ടി ദോശ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടി ദോശയും ചമ്മന്തിയുമാണ് കൊടുത്തയച്ചിട്ടുള്ളത്. ഞാൻ കുറേ കൊടുത്തയക്കും ദോശയൊക്കെ. ഒരു 3 ദോശ ഞാൻ ചെറിയ രീതിയിൽ ആക്കി കൊടുത്തയക്കുന്നുണ്ട്. എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ അത് കഴിച്ച് വരുമ്പോൾ. അപ്പോൾ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്തു. പെൻസിൽ 2 പെൻസിലുണ്ട്. മോന് ഒടിയാണെങ്കിൽ എടുത്തോ. ഓക്കെ, ഇതൊക്കെ 2 പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്. റബ്ബർ ഉണ്ട്, അതും ഉണ്ട് കേട്ടോ. വെള്ളം സ്ട്രോ ആയിട്ടിട്ടൊന്ന് ആയിക്കോട്ടെടാ. പറഞ്ഞ് നമ്മുടെ UKG കഴിയാണ് കേട്ടോ. ഒരു 2 ആഴ്ചയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UKGത്തെ ക്ലാസ് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ LKG കൊണ്ട് ചേർത്തി പോയാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. പാറുട്ടിന് എന്തൊരു മാറ്റങ്ങളാണ്. പാറു ഹൈറ്റ് വെച്ചു. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ, പാറു നന്നായിട്ട് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്താ പറയുക, 1ാം ക്ലാസ്സിലേക്ക് ആവാണ്. അയ്യോ, വർഷങ്ങൾ പോവാണ്, നമ്മുടെ മക്കൾ വലുതാവാണ്, നമുക്ക് പ്രായമാവാണ് അല്ലേ. നമ്മളിപ്പോഴും ചെറിയ മനസ്സുമായിട്ട് നടക്കുന്നു. എപ്പോഴും ഞങ്ങൾ ചെറുപ്പക്കാരാണെന്ന് വിശ്വസിച്ച് നടക്കുന്നു. നമ്മുടെ മക്കളങ്ങോട്ട് വലുതായി. കീത്തു നേരത്തെ കൂട്ടി എത്തുന്ന സമയങ്ങൾ അവളാണ് കേട്ടോ ലഞ്ച് ബോക്സും ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്ത് തരാറുള്ളത്. അപ്പോൾ അവളിതേ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ. മിക്ക ദിവസവും എനിക്ക് ലഞ്ച് ആൻഡ് ടിഫിൻ സെറ്റ് ആക്കുന്നത് അവളായിരിക്കും. ആ ഒരു നേരം ആകുമ്പോഴത്തേനും ആളിറങ്ങി വന്ന് അതൊക്കെ സെറ്റാക്കി തന്നോളും. അങ്ങനെ സ്കൂൾ ബാഗൊക്കെ പാക്ക്ഡ് ആയിട്ടുണ്ട്. പിന്നെ അത് പെൻസിലും കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഓരോ പെൻസിലും കൊണ്ട് കളഞ്ഞ് വരും പാറുട്ടൻ. ഇപ്പം എനിക്ക് മനസ്സിലായി, നമ്മുടെ വീഡിയോയിൽ പറയുമ്പോൾ മനസ്സിലായി ഒരുപാട് മക്കൾ അങ്ങനെയാണ്. കാരണം കമൻറ്റ് അങ്ങനെ കുറേ വരാറുണ്ട് കേട്ടോ. എടാ ഡ്രസ് അത് നനയ്ക്കില്ലേ പൊന്നെ. മാമ ചെയ്തിട്ടുണ്ട്. കണ്ണിൻ്റെ മേലെ ഇട്ടുണ്ട്. കണ്ണ് പറയുന്നു. ശരിയാ വരുന്നമ്മ. അമ്പലത്തിൽ പോണ ലേറ്റ് ആവും. തുടച്ചു, തുണി എടുത്ത് തുടച്ചു. ഇപ്പോൾ ഒരു കുശുമ്പ് കയറിയിരിക്കുന്നത് ഷൂവ് പോളിഷ് ചെയ്ത് വരുന്ന ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ക്ലാസ് ഫോട്ടോ എടുക്കണ കാരണം വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് അവൾ സെറ്റാക്കി കൊടുത്തിട്ടും വിശ്വാസം ആവണില്ല പാറുട്ടനെ. അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേ അച്ചാച്ചൻ അമ്പലത്തേക്ക് കൊണ്ടുപോകണം. അച്ഛൻ എപ്പോഴും അങ്ങനെയായിട്ട്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും അമ്പലത്തിൽ ഉത്സവങ്ങളുണ്ടെങ്കിലോ അമ്പലത്തിൽ എന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിലോ പാറിന് എക്സാം ഉണ്ടെങ്കിലോ അച്ഛൻ പറയും ഞാൻ കൊണ്ടുകൊണ്ട് മോളെ, എനിക്ക് അവൾ അമ്പലത്തിൽ കൊണ്ടുപോകണം, ദേവീനെ കാണിച്ച് തൊഴിയിക്കണം അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ ചെയ്യും. അത് ഞാനും ഏട്ടനോ പോലും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ അച്ഛൻ എപ്പോഴും അവളെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് പാറുട്ടനെ. ഇപ്പം ഏത് അമ്പലത്തേക്കായാലും എങ്ങനെയായാലും. അപ്പം ആ ഒരു നേരം കണ്ട് നേരത്തെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ നമ്മൾ കിടക്കേന്ന് കുഞ്ഞോളും കൂടി ഉണ്ട് കേട്ടോ. അവളെ ചേച്ചിയും കൂടി ഉണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ പാറുക്കുട്ടൻ ദേ ഫസ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പോവായി കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മുടെ പാറൂസ് ദേ സ്കൂളിലേക്ക് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവളുടെ ഒരു പാറുട്ടൻ്റെ ഒരു എക്സാം ഡേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് ഇരുത്തി പഠിപ്പിക്കുക അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് കുറേ കമൻറ്റ്സ് വരുമോ 10ാം ക്ലാസ് അല്ലേ SSLC അല്ലേ ഇങ്ങനെ വിടായിരുന്നു. അതെനിക്ക് തോന്നുന്ന എല്ലാ അമ്മമാരും അങ്ങനെ ആയിരിക്കില്ലേ. അല്ലെ, ഈ 10ാം ക്ലാസ് ഒക്കെ എത്തുന്നത് LKG UKG ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയല്ലേ. ആ ഒരു ടെൻഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. ചിലപ്പോ 10ാം ക്ലാസ് ആകുമ്പോൾ എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ. കാരണം LKGയിൽ കാരണം LKGയിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ആ ടെൻഷൻ എനിക്ക് ഇപ്പം ഇല്ല. അതായത് എൻ്റെ മൈൻഡ് ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. UKG അല്ലേ, ഓക്കെ. അപ്പൊ അവള് കുറച്ച് അറിയാലോ, അവള് സ്വയം പഠിക്കും. പിന്നെ ഇന്ന് ഹിന്ദി സബ്ജക്റ്റ് അവൾക്ക് പൊതുവെ ഉള്ള എല്ലാ സബ്ജക്റ്റിലും വെച്ചിട്ട് പറഞ്ഞു ഇത്തിരി ടഫായിട്ടുള്ളത് ഹിന്ദിയാണ്. അതായത് ഇപ്രാവശ്യം
കഴിഞ്ഞ സെമ്മിൽ അങ്ങനെയായിരുന്നില്ല, അവൾക്ക് ഹിന്ദി ഓക്കെ ആയിരുന്നു. പക്ഷെ എന്തോ അവൾക്കത് കേറണില്ല. ഓരോ വർഷം കഴിയുന്നതോറും പഠിക്കാനുള്ള സംഭവങ്ങളും സിലബസും ഭയങ്കര ടഫാണ്. കാരണം കുഞ്ഞു കുട്ടികൾക്ക് നമ്മളൊക്കെ എപ്പോഴാണ് ഹിന്ദി പഠിച്ചത്? ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പൊ വേർഡ്സും എഴുത്തൊക്കെ പഠിക്കണം. അപ്പൊ ഞാൻ പറയും തത്തതന്തനാ, അപ്പൊ അവള് പറയും അമ്മ എല്ലാം തായല്ലേ, ചച്ച ചഞ്ച. അപ്പൊ അറിയാം ഏത് ചായയാണ് ഇതിന്, ഈ വീടിന് ഏത് ചായയാണ്, എല്ലാം ചായല്ലേ അമ്മ, ശരിയല്ലേ എല്ലാം ചായല്ലേ. ആ കുട്ടികൾ എങ്ങനെ നമുക്ക് എനിക്കിപ്പോഴറിയില്ല, എനിക്കിപ്പോഴും ഡൗട്ട് വരുമ്പോൾ ടെക്സ്റ്റ് നോക്കും. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ചെയ്തട്ടെ, കുഴപ്പമൊന്നുമില്ല അങ്ങനെ വിചാരിച്ചു. അപ്പം ഇന്നായിരുന്നു ഫസ്റ്റ് ഡേ പാറുൻ്റെ UKG ക്ലാസ്. അത് ക്ലാസ് ഫോട്ടോ എടുക്കുന്നതിന് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ആള്. നീ കണ്ണൊക്കെ പാറുട്ട എൻ്റെ ഓർമ്മയില് പാറു കണ്ണ് ഐലിനർ മേലെ സ്കൂളിൽ പോയിട്ടില്ല. ആ പറഞ്ഞു വെൽ ഡ്രസ്ഡ് ആയിട്ട് വരണം, ലിപ്സ്റ്റിക് അമ്മ ലിപ്സ്റ്റിക് ഒന്ന് ബാഗിൽ എടുത്ത് വെച്ചോട്ടെ, ഫോട്ടോ എടുക്കണേക്ക് മുമ്പ് ലിപ്സ്റ്റിക്. ഓ അപ്പോൾ ഒരുങ്ങിക്കെട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ മക്കൾക്കും കുറേ പേർക്ക് KG സെക്ഷനിലൊക്കെ എക്സാം ഇന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 17-ാം തീയതി ആയിരിക്കും. 17-ാം തീയതി ആയിരുന്നു ഒരു ഡേറ്റ്. പക്ഷേ ഇവർക്ക് ഗ്രാജുവേഷൻ ഡേ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തത് കാരണം അവർക്ക് ഇച്ചിരി നേരത്തെ എക്സാം വെച്ചു. അപ്പോൾ 10ാം ക്ലാസ്സിൽ സെൻഡ് ഓഫ്, 4ാം ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിലും പോയിക്കോ ബായ് എത്ര ഉള്ളൂ. അപ്പൊ അതുണ്ട്. അപ്പൊ ഞാൻ മുൻകൂട്ടി ഒരു ഹിന്ദി തരാം. ഗ്രാജുവേഷൻ ഡേക്ക് എന്റെയും പാറിന്റെയും ഒരുമിച്ചുള്ള ഡാൻസ് ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ വീഴ്ചയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആണ് ഓൺ ദ വേ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ മക്കളുടെ എക്സാം ഡേ എങ്ങനെയായിരുന്നു? പിന്നെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ നിങ്ങളുടെ ടെൻഷൻ എങ്ങനെയാണ് അത് ഷെയർ ചെയ്യൂ. മറ്റേ നമ്മളൊക്കെ ഉള്ള ഒരു ടൈമിനേക്കാൾ ഇപ്പൊ കുറച്ചുകൂടി ഫ്രീ ആയി തോന്നുന്നുണ്ട്. കാരണം പിള്ളേരെ ഈ ഒരു സമ്മർദ്ദത്തിലാക്കാതിരിക്കാനായിട്ട്. അതെ, ഞാനിങ്ങനെ ഭയങ്കര ഇന്നലെ പറഞ്ഞ ഭയങ്കര പേടിയാ പഠിപ്പിക്കാനെടുത്തുമ്പോൾ എന്നെ ഭയങ്കര പേടി. ഹിന്ദി പ്രത്യേകിച്ചും അവൾക്ക്, എനിക്ക് ദേഷ്യം വരെ അവൾക്ക് കിട്ടും, പക്ഷെ അവൾ എഴുതില്ല. അവൾക്കൊരു വേറൊരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാനിത് ചെയ്യുന്നത് തെറ്റായിരിക്കും, അപ്പോൾ ഞാൻ എഴുതിയത് തെറ്റായിരിക്കും, എഴുതണ്ട അങ്ങനെ വെച്ചിരിക്കും. പിന്നെ ഞാൻ ഇന്നലെ എനിക്ക് ഇതിനോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നത്. വേണ്ട 5 വയസ്സ് പാറെന്ന് പറഞ്ഞാൽ 5 വയസ്സായിട്ടുള്ള കേസ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം LKG എക്സാം എഴുതേണ്ട സമയമാണ് അവള്. പിന്നെ ഞാൻ വെച്ചു അവരെ തലമണ്ടയില് ഒരു പരിധിയില്ലേ കയറുന്നതിന്. കുറേ ഉണ്ട് പഠിക്കാൻ, കുറേ ഉണ്ട്. KG സെക്ഷൻ CBSE സിലബസ് നല്ല ടഫാണ് കേസ്, നല്ലോണം പഠിക്കാൻ. എനിക്ക് 1ാം ക്ലാസ് ആകുമ്പോൾ എന്താണെന്ന് എനിക്ക് ആലോചിച്ചുകൂടാ. പക്ഷെ അവർ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്ലി എക്സാം ഉണ്ട്. അത് നല്ലതാ അല്ലേ? മന്ത്ലി എക്സാം ആകുമ്പോൾ ഭാരം. മന്ത്ലി എക്സാം ഉണ്ടാകുമ്പോൾ എന്താവും, നമ്മളും അമ്മമാരും കുറച്ച് ഇതായിരിക്കും അമ്മമാരും പഠിക്കുന്നു, അമ്മമാരും പഠിപ്പിക്കും. ആ ശരിയാ. പിന്നെ ഞാൻ ഹിന്ദിയൊക്കെ പഠിച്ചപ്പോഴല്ലേ, ഇംഗ്ലീഷൊക്കെ കുറേ പഠിച്ചതിപ്പോഴല്ലേ ഇതായി. പിന്നെ ഞാൻ കുറച്ച് നാളായിട്ടും എനിക്കും തോന്നി ഞാൻ കുറച്ച് ഹിന്ദിയിൽ ഞാൻ കുറച്ച് ഉഴപ്പായിരുന്നു. അവൾക്ക് ഇപ്പോൾ ഹിന്ദി ഇത്തിരി വീക്കാണെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ഞാനായിരിക്കും. കാരണം അവൾ ഹിന്ദിയിൽ കറക്റ്റ് ഫോക്കസ് ഞാൻ ചെയ്യിച്ചിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ മക്കൾ എക്സാം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ദിവസം എങ്ങനെയായിരുന്നു ഒന്ന് കമന്റ് ചെയ്യുക. ഇതിന്റെ വൈകുന്നേരം ഞാൻ എടുക്കുന്നതായിരിക്കും. അതെ, പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുള്ള ദിവസം അവള് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. എന്ത് ചിലപ്പോ പറയൂട്ടോ, ചിലപ്പോ ഫോട്ടോ എടുത്തതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ചിലപ്പോ പറയും വന്നിട്ട്. പറഞ്ഞൊരു മൂടുണ്ട് ഗൈസ്, ആ മൂടില്ലെങ്കിൽ അവൾക്ക് എന്തൊക്കെ വന്നപ്പോൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും പറയില്ല. ചിലപ്പോ സാധാരണ, കാരണം അവർക്ക് അത്ര അറിയുള്ളൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ചോദിച്ചാലും എന്തെങ്കിലും പറയാൻ പറ്റുന്ന പിള്ളേർക്ക് അല്ല, അങ്ങനെ പറയണ കുട്ടികളുണ്ടടാ. പക്ഷെ പാറു അങ്ങനെയല്ല. പാറിനൊരു മൂടുണ്ടെങ്കിൽ പാറു അതൊക്കെ ഭയങ്കര ജോലിയായിട്ട് സംസാരിക്കുള്ളൂ. അതെ, അവിടെ നിന്ന് വരുമ്പോള് എങ്ങനെയാണോ ശേഷം എങ്ങനെയാണ് മൂഡ്. ചിലപ്പോ അവിടത്തോളം വരെ ഹാപ്പി ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വല്ല പെട്ടെന്നായിരിക്കും ചേഞ്ച് ഇങ്ങനെ പിടിച്ച പിന്നെ കഴിഞ്ഞു. അപ്പൊ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ടാറ്റാ ബൈ ബൈ, സീ യു.